പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്നാമത്തെ വായനയിൽ എസെക്കിയേൽ പ്രവാചകനോട് കർത്താവ് അരുൾ ചെയ്യുന്നുണ്ട്, ഞാൻ നിനക്ക് തരുന്നത് വായി തുറന്ന് ഭക്ഷിക്കുക. ഞാൻ നിനക്ക് തരുന്നത് വായി തുറന്ന് ഭക്ഷിക്കുക. ഇത് കർത്താവ് നിരന്തരം നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ മൈൻഡ് ചെയ്യാതെ വിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശയാണ് പരിശുദ്ധ കുർബാന. ഞാൻ നിനക്ക് തരുന്നത് എൻ്റെ ജീവനാണ്, എൻ്റെ ശരീരമാണ്, എൻ്റെ രക്തമാണ്. അത് വായി തുറന്ന് ഭക്ഷിക്ക്. മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ടല്ലോ. നമ്മുടെ പള്ളികളിൽ കുറഞ്ഞു വരുന്ന ആളുകൾ, വരുന്ന ആളുകളിൽ തന്നെ ഈശോയെ സ്വീകരിക്കാനായിട്ട് മടി കാണിക്കുന്നവർ, ഒരുക്കമില്ലാതെ വരുന്നവർ നമ്മളെ പ്രയാസപ്പെടുത്തണ്ടേ ശരിക്ക്? അതിനല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ പള്ളിയിൽ എത്തിച്ചേരണേ? പരിശുദ്ധ കുർബാന സ്വീകരിക്കാനല്ലാതെ, ഈശോയെ അനുഭവിക്കാനല്ലാതെ എന്തിനാണ് പള്ളിയിൽ വരണേന്ന്? വെറുതെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ നിനക്ക് തരുന്നത് വായി തുറന്ന് ഭക്ഷിക്കുക. ഞാൻ നിനക്ക് തരുന്നത് വായി തുറന്ന് ഭക്ഷിക്കുക. എലിയ പ്രവാചകനോട് സ്വർഗം പറഞ്ഞ കാര്യങ്ങൾ, ദൈവദൂതനെ ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചതേ ഉള്ളൂ. ഒന്ന് കൂട്ടിച്ചേർത്ത് വായിക്കണം. മനുഷ്യപുത്ര, എഴുന്നേറ്റ് ഭക്ഷിക്കുക, കുടിക്കുക, കാരണം മുന്നോട്ടുള്ള വഴി ദുഷ്കരമാണ്. സ്വർഗത്തിൻ്റെ അപ്പം ഭക്ഷിക്കാനായിട്ടുള്ള, പരിശുദ്ധ കുർബാന അനുഭവിക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് ഞാൻ നിനക്ക് തരുന്നത് വായി തുറന്ന് ഭക്ഷിക്കുക. ജീവിതത്തിൻ്റെ അവസാനത്തെ 28 വർഷത്തോളം കർത്താവ് തന്ന ഈ ഒരു തിരുവോസ്തി മാത്രം, പരിശുദ്ധ കുർബാന മാത്രം, ഈശോയെ മാത്രം ഭക്ഷിച്ച് ജീവിച്ച വിശുദ്ധ ക്ലാരയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. അസീസിയിലെ ക്ലാരപുണ്യവതിയുടെ തിരുനാൾ. ഈ വർഷം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഓർക്കണം, ഏതാണ്ട് അതേപോലെ തന്നെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെച്ച ഒരു വിശുദ്ധ. അത്രമാത്രം ക്രിസ്തുവിന് വേണ്ടി എരിഞ്ഞില്ലാതായ ഒരു വിശുദ്ധ. ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കുകയും വിശക്കുകയും ചെയ്ത ഒരാൾ. ഈശോയെ കിട്ടിക്കഴിയുമ്പോൾ വിശപ്പടങ്ങിയിരുന്നൊരു വിശുദ്ധ. ആലോചിച്ച് നോക്കി, 28 വർഷം തിരുവോസ്തിയല്ലാതെ, പരിശുദ്ധ കുർബാനയല്ലാതെ ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒന്നും കഴിച്ചിട്ടില്ല. ആള് മിക്കവാറും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കാര്യത്തെക്കുറിച്ച് തന്നെയായിരുന്നു. നമുക്ക് വേണ്ടി മുഴുവനായി തന്നവനെ സ്വീകരിക്കാൻ മുഴുവനായി എന്നെ തന്നെ സമർപ്പിക്കണ്ടേ എനിക്ക്? ഞാൻ ആരെയാണോ സ്വീകരിക്കുന്നത്, ആരെയാണോ ഭക്ഷിക്കുന്നത്, അവൻ എന്നെ അവനെപ്പോലെയാക്കി തീർക്കും. എന്തൊരു ഭംഗിയുള്ള വാക്കുകളൊക്കെയാണ് പറയണേ, ഓർമ്മപ്പെടുത്തലുകളാണ് തന്നുകൊണ്ടിരിക്കണേ. അത്രമാത്രം ദിവ്യകാരുണ്യ ഈശോയിൽ വിശ്വസിച്ചിരുന്ന, പരിശുദ്ധ കുർബാനയിലെ ദിവ്യ സാന്നിധ്യത്തെ വിലമതിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഒരാൾ. സാരസൻ സൈന്യം എന്ന് പറയുന്ന ക്രൂരരായിട്ടുള്ള കാട്ടാളന്മാരെ കണക്കുള്ള സൈന്യം അസീസി നഗരത്തെ മുഴുവൻ ആക്രമിക്കാൻ വരുമ്പോൾ, കോൺവെൻറ്റിൻ്റെക്ക് അടുത്ത് വരുന്ന ഈ ക്രൂരരായിട്ടുള്ള പടയാളികളുടെ മുൻപിൽ ദിവ്യകാരുണ്യനാഥനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ക്ലാരപുണ്യവതിയുടെ അടുത്തേക്കോ കോൺവെൻറ്റിൻ്റെ പരിസരത്തേക്കോ വരാൻ സാധിക്കാത്ത വിധത്തിൽ അതിശക്തരായിട്ടുള്ള ഈ കിരാതന്മാരായിട്ടുള്ള സാരസൻ സൈന്യം ഇങ്ങനെ ചിതറിയോടുന്നൊരു കാഴ്ചയുണ്ട് ചരിത്രത്തിൽ, സഭാചരിത്രത്തിൽ. ക്ലാരപുണ്യവതിയുടെ കയ്യിലിരിക്കുന്ന പരിശുദ്ധ കുർബാന, ആ കുർബാനയിൽ നിന്ന് പ്രസരിക്കുന്ന വലിയ സ്വർഗീയമായിട്ടുള്ള അഭൗമമായിട്ടുള്ള പ്രകാശം, ലോകത്തിൻ്റെ തിന്മകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധത്തിലെ ദിവ്യകാരുണ്യനാഥൻ സംരക്ഷണ കോട്ട തീർക്കുന്ന ഒരു കോൺവെൻറ്റ്, അതിന് ഇങ്ങനെ വലിയ സംരക്ഷണ കവചമായി നിൽക്കുന്ന ക്ലാരപുണ്യവതി. വിശുദ്ധ കുർബാനയുടെ അത്യഗാധമായ സ്നേഹമുണ്ടായിരുന്ന, അതിലധികമായി ആ ഒരു തിരുവോസ്തിയിലെ ജീവനുള്ള ദൈവ സാന്നിധ്യത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു കന്യാസ്ത്രീ. എൻ്റെ ദൈവമാണെന്നേ, അതിനകത്ത് ജീവനുള്ള കർത്താവാണ് എന്നെ നയിച്ചു കൊണ്ടിരിക്കുന്നത്, എന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത്, എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ജീവനുള്ള ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന കാലാകാലങ്ങളോളം സ്വീകരിച്ചു കൊണ്ടിരുന്ന ഒരാൾ. ഇന്ന് വിശുദ്ധ ക്ലാരയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ക്ലാരപുണ്യവതിയോട് പ്രാർത്ഥിക്കണം, ഈശോയെ ഇങ്ങനെ ജീവനോടുകൂടെ തിരുവോസ്തിയിൽ ദർശിക്കാനായിട്ടുള്ള കൃപ തരണമേ എന്ന്, ആഴമായിട്ടുള്ള വിശ്വാസം തരണമേ എന്ന്. എന്തൊക്കെയാണ് ഈശോയ്ക്ക് വേണ്ടി ഉപേക്ഷിച്ചതെന്നറിയാമോ? കുടുംബം മുഴുവൻ. അത്രമാത്രം
സൗകര്യങ്ങളിൽ ജീവിച്ച ഒരാൾ, രാജകുമാരിയെ കണക്ക് ജീവിച്ച ഒരാൾ. അവിടെയുള്ള ചെറുപ്പക്കാരെല്ലാവരും, എന്തിനധികം വിശുദ്ധ ഫ്രാൻസിസ് അടക്കം ക്ലാര പുണ്യവതിയുടെ പിന്നാലെ നടന്നിരുന്നു എന്നാണ് പറയണേ, അവരുടെ സൗന്ദര്യം കണ്ടിട്ട്. എന്നിട്ട് അതൊന്നും പരിഗണിക്കാതെ ഇങ്ങനെ ഫ്രാൻസിസിൻ്റെ പിന്നാലെ, അയാളുടെ ഇത്രയും നാൾ തൻ്റെ പിന്നാലെ നടന്നപ്പോൾ നോക്കാതിരുന്ന ഒരാൾ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയ ഫ്രാൻസിസിന് ആകൃഷ്ടയായി, ആ ക്രിസ്തുവിലിങ്ങനെ ആകൃഷ്ടയായി സ്വന്തം ജീവിതം എറിഞ്ഞു കൊടുക്കുന്ന കാഴ്ചയാണ്. മുടിമുറിക്കുന്നതും കുടുംബം വേണ്ടാന്ന് വയ്ക്കുന്നതും വലിയ റിസ്കുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതും ഈ കർത്താവിലുള്ള വിശ്വാസം എന്നുകൊണ്ട് മാത്രമാണ്. ആ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ അങ്ങനെ മണിക്കൂറുകളോളം ഇരുന്നുകൊണ്ട് സന്തോഷത്തോടു കൂടി ഇരുന്നുകൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടിയ ഒരു കന്യാസ്ത്രീ. അതിനിടയ്ക്ക് തന്നെ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്വങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തിരുന്ന ഒരാൾ. കർത്താവെ, വിശുദ്ധ ക്ലാരയെ പോലെ അങ്ങയെ സ്നേഹിക്കാൻ, ദിവ്യകാരുണ്യത്തിൽ അങ്ങയുടെ ദർശനം അനുഭവിക്കാൻ ഞങ്ങൾക്കും ഇടയാകണമേ എന്ന് ഈ തിരുനാളിൽ പ്രാർത്ഥിക്കണമെന്നേ. കർത്താവ് നമ്മളോട് പറയണത് കേൾക്കണം. ഞാൻ തരുന്നത് വായു തുറന്ന് ഭക്ഷിക്കുക. ആ ധിക്കാരികളുടെ ഭവനത്തെ പോലെ നീയും ധിക്കാരിയാകരുത്. ഞാൻ നിനക്ക് തരുന്നത് വായു തുറന്ന് ഭക്ഷിക്കുക. എല്ലാ ദിവസവും ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം എന്ന് പറഞ്ഞ് കർത്താവ് നമുക്ക് സ്വന്തം ശരീര രക്തങ്ങൾ വാഴ്ത്തി വിഭജിച്ച് നൽകിയിട്ട് നാവ് തുറക്കാനില്ലാതെ, അടുത്തേക്ക് പോലും ചെല്ലാനില്ലാതെ, അങ്ങോട്ട് പോകാനുള്ള വഴി പോലും അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മളെ നോക്കി കർത്താവ് എന്ത് പറയണം? ജീവൻ വരെ ഇങ്ങനെ പകുത്ത് തന്നിട്ട് വേണ്ടാന്ന് വയ്ക്കുന്ന മനുഷ്യർ പരിശുദ്ധ കുർബാനയെ അവഗണിക്കാതെ അതിൻ്റെ ഇത്രയും വലിയ ശക്തി കാണിച്ചു തരുന്ന ആ പരിശുദ്ധ കൂദാശയുടെ മഹിമ പ്രാഭവത്തെ വെളിപ്പെടുത്തി തരുന്ന ഒരു വിശുദ്ധയുടെ തിരുനാളിൽ നമുക്കൊന്ന് തീരുമാനമെടുത്തു തുടങ്ങണം. ഞാനും ഈശോയെ എല്ലാ ദിവസവും കണ്ടുകൊണ്ട് സ്വീകരിക്കാൻ പോകുന്നു. ദിവ്യകാരുണ്യത്തിൽ ഈശോയെ ദർശിക്കുമെന്ന്, ജീവനുള്ള ദൈവത്തെയാണ് സ്വീകരിക്കുന്നതെന്നുള്ള ബോധ്യത്തിൽ കർത്താവിനെ സ്വീകരിച്ച് ജീവനുള്ളവരായി ഈ ഭൂമിയിൽ വാഴുമെന്ന് ഒന്ന് തീരുമാനമെടുക്കണം. ഈ പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്നവനായ കർത്താവിനെ കണ്ടുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായി നമ്മുടെ ജീവിതത്തെ വിശുദ്ധ ക്ലാരയെ കണക്ക് കർത്താവിൻ്റെ തിരുമുൻപിൽ സമർപ്പിക്കാം. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിൽ ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവെ, അങ്ങയെ ദർശിക്കാനായിട്ടുള്ള, കണ്ണടയ്ക്കുമ്പോഴും ജീവനുള്ള അവിടുത്തെ കാണാനായിട്ടുള്ള കൃപ തരണമേ എന്ന അപേക്ഷയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ